അപ്പോൾ ഗൈസ് നമുക്കിന്ന് നമ്മളെ പിള്ളേരെ കാണാൻ പോകും. ഓക്കെ, ഹായ് ഗൈസ്. അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരെ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കര മനസ്സമാധാന കട. അതെന്താണെന്നെല്ലാം ചോദിച്ചാൽ ദേ ആർ സംതിങ് സ്പെഷ്യൽ ഫോർ മീ. അതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയും ഒരു ദിവസം ഞാൻ ഇവരോട് സ്പെൻഡ് ചെയ്യാൻ നോക്കും. അപ്പം ഈ പോകുന്ന ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞങ്ങൾ കൂടിയുള്ള ഒരാളെ ബർത്ത്ഡേയാണ്. അപ്പോൾ ആ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നത്. ആകെ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഐഡിയ ഇല്ലയെന്ന് വെച്ചാൽ ആളെ ബർത്ത്ഡേ ഞങ്ങൾ ഈ ആഘോഷിക്കുന്നതിൻ്റെ തലേന്ന് ബർത്ത്ഡേ തന്നെയാണ്. അന്ന് ഞങ്ങൾ ആരും വിഷ് ചെയ്തിട്ടില്ല. സോ ആകെ പ്രത്യേകിച്ച് യാതൊരു ഐഡിയ ഇല്ല. ഈ വീഡിയോ എടുത്ത് തന്നെ ഞാൻ പറഞ്ഞത് അത് യൂട്യൂബിൽ ഇടാൻ അത്രേ ഉള്ളൂ എന്നിട്ട് വിട്ടേ പറഞ്ഞു. അപ്പം ഇങ്ങനെ പോയി സർപ്രൈസ് കൊടുക്കുമ്പം ഇവളത് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലേ. കണ്ടോ, ഓക്ക് ഫുൾ സന്തോഷമായി. ഓളെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഇവൾ വരുന്നതിന് മുമ്പ് ഒരു കേക്കെല്ലാം സെറ്റാക്കിയാണ് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ വന്ന് കട്ടിങ്ങിന് പിന്നെ ചടങ്ങാണല്ലോ എല്ലാവർക്കും കൊടുത്ത്. ഈ ചടങ്ങിന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്തിരി വേറൊരു മെയിൻ കാര്യം എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇവൾ ഷുഗർ കട്ടാണ്. ഇത് ഞങ്ങളോട് വന്നപ്പം പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പീടുന്ന അങ്ങ് ഒരു പീസ് എടുത്ത് കഴിക്കുക. ഷുഗർ കട്ടില്ലേ നാളെ മുതൽ തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് ഇവക്കും കൊടുത്ത് പിന്നെ നമുക്ക് തിന്നണമല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും തിന്ന് അങ്ങനെ പിന്നെ വെച്ചാൽ അങ്ങനെ നടന്ന് ഞങ്ങൾ തളർന്ന്. അങ്ങനെ വഴിയിലൊരു പീടിയെ കയറി നമ്മളെ ലൈം സോഡ കുടിച്ച്. ഇവിടെ നടന്ന കോമഡി എന്ന് വെച്ചാൽ കേക്ക് അവിടെ വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇത്രയും ദൂരം നടക്കുന്നത് തിരിച്ച് വന്നിട്ടാണ് ഗൈസ് ഞങ്ങൾ ആ കേക്ക് പിന്നെ എടുത്തത്. അത് കഴിഞ്ഞ് പോകുന്നത് കുട പിടിച്ചാൽ കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ കുട ഞങ്ങളല്ല അവളുടെ കുട അവൾക്ക് കൊടുത്തിട്ട് കുട ഞങ്ങളെടുത്തിട്ട് അവളെ ഞങ്ങൾ വെയിലത്ത് നിർത്തി ഗൈസ്. അതും ഒരു രസമല്ലേ. പിന്നെ ഞങ്ങൾ നേരെ ഡൗൺ ടൗൺ മോളിലാണ് പോയത്. ശരി, അവിടെ പോയി കുറച്ച് സമയം ആടയിൽ ഇരുന്ന് കളിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ വെച്ച് വിശപ്പിൻ്റെ വെളി വന്നേ വീണ്ടും. പിന്നെ ഒന്നും നോക്കില്ല, ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തു. അടിപൊളി. അതായത് അവിടുത്തെ പൈസക്ക് വേർത്തായിട്ടുള്ളൊരു മന്തി കേസ്. നല്ല മന്തി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ എന്തെല്ലോ വിശേഷങ്ങൾ പറയുന്നതായിട്ട് ആനക്കാരെന്ന് വെച്ചാൽ അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞ് ഫുഡും കഴിച്ച് പോയി. അപ്പോൾ അത്രയുള്ളൂ.